പുതുവർഷത്തെ വരവേറ്റ കൊച്ചി നഗരവും ആഘോഷങ്ങളുടെ ഭാഗമായി ഇത്തവണയും പാപ്പാഞ്ഞിയെ കത്തിച്ചു. പുതുവത്സര പരിപാടികൾ സംഘടിപ്പിച്ച വെളി മൈതാനത്ത് എത്തിച്ചേർന്നത് 10,000-കണക്കിന് ആളുകളാണ്. DJ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളിൽ ആടിത്തിമിർക്കുകയായിരുന്നു യുവാക്കൾ. ഇത്തവണയും മാറ്റുകുറയാതെ കൊച്ചിക്കാർ പുതുവത്സരം ആഘോഷമാക്കി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 10,000-കണക്കിന് ആളുകളാണ് പുതുവത്സരം ആഘോഷിക്കാൻ കൊച്ചിയിലെത്തിയത്. വർണ്ണാലങ്കൃതമായ മൈതാനത്ത് നൃത്തമാടിയും ആരവങ്ങൾ മുഴക്കിയും യുവാക്കൾ ആഘോഷം ഏറ്റെടുത്തു. രാത്രി 7 മണിയോടുകൂടി DJ ഉൾപ്പെടെയുള്ള പരിപാടികൾ ആരംഭിച്ചു. 12 മണിവരെ ആഘോഷ പരിപാടികൾ നീണ്ടു. കൃത്യം 12-ന് തന്നെ മൈതാനത്തൊരുക്കിയ പാപ്പാഞ്ഞി കത്തിയെരിഞ്ഞു. കൊച്ചിൻ കാർണിവലിന്റെ നേതൃത്വത്തിൽ പരേഡ് ഗ്രൗണ്ടിൽ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതുൾപ്പെടെയുള്ള ആഘോഷ പരിപാടികൾ ദുഃഖാചരണത്തിന്റെ ഭാഗമായി റദ്ദാക്കിയിരുന്നു. എങ്കിൽ പോലും കൊച്ചിക്കാർക്ക് നിരാശപ്പെടേണ്ടി വന്നില്ല. ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് വെളി മൈതാനത്ത് പാപ്പാഞ്ഞിയെ കത്തിച്ചത്. അതുകൊണ്ട് തന്നെ കൊച്ചിയിലെ പുതുവത്സരം ഇത്തവണയും വർണ്ണാഭമായി. നടൻ വിനയ് ഫോർട്ട് ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആഘോഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് 1 മണിയോടെയാണ് ആളുകൾ പിരിഞ്ഞത്. പരേഡ് ഗ്രൗണ്ടിൽ നടത്താനിരുന്ന പുതുവത്സരാഘോഷം നാളെ നടത്താനാണ് തീരുമാനം. അമൃത ന്യൂസ്, കൊച്ചി.